എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചില തീരുമാനങ്ങൾ പുറത്തു വരികയുണ്ടായി. ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിക്കുക, നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുക. അത് എങ്ങനെയാണ് ഇനിയിപ്പം സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ബില്ലിംഗ് എങ്ങനെയായിരിക്കും, ഇവ കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇത് നിയമം പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ കേരള ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യണം. കേരള ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ ഒരു വേർഷനാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഓൾറെഡി നിയമം പ്രാബല്യത്തിലായി എന്ന് നമുക്ക് കരുതാം. രത്നച്ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. സോളാർ വെച്ചിരിക്കുന്നവർക്ക് മുഴുവൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അഭ്യൂഹങ്ങളും അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഞാനതിനെ ഒന്ന് കൗണ്ടർ ചെയ്തൊരു വീഡിയോ ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ, ഇതിനൊന്നും ആധികാരികമായ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. ഇന്നിപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഫർദറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രത്നച്ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു വലിയ പ്രത്യാഘാതങ്ങളൊന്നും സോളാർ പ്രൊസ്യൂമേഴ്സിനെ സംബന്ധിച്ച് KSCRCയുടെ ഈ പുതിയ നടപടിക്രമങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. 10 കിലോവാട്ട് വരെയുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് പഴയ പോലെ തന്നെ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലാണ് ബില്ല് ചെയ്യുക. 10 കിലോവാട്ട് വരെയുള്ള ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിന് കേട്ടോ. അപ്പോൾ അവർക്ക് സംസാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 കിലോവാട്ടിന് മേളിലേക്ക് ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് 10 കിലോവാട്ട് വരെ ഇതൊന്നും KSCRC നിർബന്ധമാക്കിയിട്ടില്ല. 10 കിലോവാട്ടിന് മുകളിലോട്ട് 15 കിലോവാട്ട് വരെ 10% ബാറ്ററി ബാക്കപ്പും, 15 കിലോവാട്ട് മുതൽ 20 കിലോവാട്ട് വരെ 20% ബാറ്ററി ബാക്കപ്പും, 20 കിലോവാട്ടിന് മുകളിലേക്ക് 20% ബാറ്ററി ബാക്കപ്പും എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ KSCRC ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. 3 കിലോവാട്ടിനോ 5 കിലോവാട്ടിനോ സാധാരണ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ എങ്ങനെ ചെയ്തിരുന്നോ അതേപോലെ തന്നെ നമുക്ക് തുടർന്നും പ്രൊസ്യൂമേഴ്സിന് ചെയ്യാം. നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ബില്ലിംഗ് സംവിധാനം തന്നെയായിരിക്കും അപ്പോഴും ഫോളോ ചെയ്യാം. പിന്നെ പ്രൊസ്യൂമേഴ്സിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പ്രൊസ്യൂമേഴ്സിന് ഈ 3 ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. നെറ്റ് മീറ്ററിംഗ് ഉണ്ട്, ഗ്രോസ് മീറ്ററിംഗ് ഉണ്ട്, നെറ്റ് ബില്ലിംഗ് ഉണ്ട്. ഈ 3 ബില്ലിംഗ് സിസ്റ്റത്തിൽ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം എന്നൊരു സൗകര്യം ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഗസറ്റ് പബ്ലിക്കേഷനകത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഗസറ്റ് നോട്ടിഫിക്കേഷനകത്തേക്ക് പോകാം. ഇതിന് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. 3 വർഷം മുന്നേ ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കാം അതിൻ്റെ ബില്ലിംഗ് രീതികൾ വരിക എന്നുള്ളത്. അന്ന് ഞാനത് എൻ്റെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അന്ന് ₹2.85 സോളാർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് ഈടാക്കും KCB നമുക്ക് തരികയുള്ളൂ എന്ന് പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ₹2.85 എന്നുള്ള ആ ഒരു താരിഫ് വിട്ടിട്ട് നമുക്ക് അതിലൊക്കെ വളരെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഞാനന്ന് ₹5 ₹6 പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തിൽ നമുക്ക് ₹7.50 വെച്ചിട്ടാണ് KCB നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വരികയാണ് എന്നുള്ള കാര്യം ഞാൻ ശ്രോതാക്കളെ ഞാനൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റിനൻ സിംഗുമായിട്ട് ഇതുവരെ സഹകരിച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. തുടർന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിക്കുള്ള അറിവുകൾ കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോയുടെ അവസാനം ഒരു സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒക്കെ വരും. അത് നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഇത് നോക്കിയാൽ കാണാം, 2025 നവംബർ 6 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ KSCRCയുടെ സൈറ്റിൽ അവൈലബിൾ ആട്ടോ. അത് നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.
അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നോക്കൂ. ഈ സെക്ഷൻസൊക്കെ നമുക്ക് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസൊക്കെയാണ്, നമുക്കത്ര അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമുക്ക് താഴേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇത് ചാപ്റ്റർ 1 മുതലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്കിതിനകത്തൊരു ടെക്നിക്കൽ ടേം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആ ടെക്നിക്കൽ ടേമിലേക്ക് നമുക്ക് ആദ്യമായി വരാം. അത് FIT എന്ന് പറയുന്നത്, അതായത് കണ്ടോ, ഫീഡ് ഇൻ താരിഫ് എന്ന് പറയും. മീൻസ് ദ താരിഫ് സ്പെസിഫൈഡ് ബൈ ദ കമ്മീഷൻ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് എനർജി ഇൻജെക്റ്റഡ് ടു ദ ഗ്രിഡ് ബൈ എ പ്രൊസ്യൂമർ. അതായത് ഒരു സോളാർ സിസ്റ്റം സ്ഥാപിച്ച ഒരാൾ ഒരു KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയുടെ താരിഫിനെയാണ് ഫീഡ് ഇൻ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ പറയുന്നത് ഏപ്രിൽ ടു മാർച്ചാണ്. അത് നേരത്തെ അത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആയിരുന്നു, അതിപ്പോൾ ഏപ്രിൽ ടു മാർച്ച് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷം, 1.5 വർഷം, 2 വർഷം മുന്നേ മുതലാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് ഫർദറായിട്ട് ഇനിയിപ്പോൾ ചാപ്റ്റർ 1ലേക്ക് പോകാം, ചാപ്റ്റർ 2ലേക്ക് പോകാം. ചാപ്റ്റർ 2ലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇത് സ്ക്രോളിങ് എത്ര ഫാസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്കിന് ചിലർക്ക് ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ചാപ്റ്റർ 2 എത്തിയിട്ടുണ്ട്. ഗ്രിഡ് ഇൻട്രാക്റ്റീവ് റിന്യൂവബിൾ എനർജി സിസ്റ്റം ജനറൽ, എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ പ്രൊസ്യൂമേഴ്സ്, നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓൾ കൺസ്യൂമേഴ്സ് ഓഫ് പ്രൊസ്യൂമേഴ്സ് ബിൽഡ് അണ്ടർ ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ കാറ്റഗറീസ് സീക്കിംഗ് ഫീസിബിലിറ്റി ടു ഇൻസ്റ്റാൾ ന്യൂ REGS or upgradation of existing REGS are eligible to opt for net metering as per the conditions specified in regulation 6.3 to 6.6 for plant capacities given below. ഈ 6.3 to 6.6 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, താഴേക്ക് പോകുമ്പോൾ നോക്കാം. ഇതിനകത്ത് പറയുന്നത് ഡൊമസ്റ്റിക്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കും ഇനി തുടർന്ന് വരുന്നവർക്കും ബാധകമാണ് കേട്ടോ. ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ 1 കിലോവാട്ട് വരെ, 1 കിലോവാട്ട് മുതൽ 20 കിലോവാട്ട് വരെ. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ 1 കിലോവാട്ട് മുതൽ 500 കിലോവാട്ട് വരെ. എഗ്രികൾച്ചർ ആണെങ്കിൽ 1 കിലോവാട്ട് മുതൽ 3000 കിലോവാട്ട് വരെ. ഇതെല്ലാം നെറ്റ് മീറ്ററിംഗ് സിസ്റ്റത്തിൽ തന്നെ തുടർന്ന് പോകാവുന്നതാണ്. കോമൺ ഏരിയ സർവീസ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ ഹൈ റൈസ് ബിൽഡിംഗ്, ഫ്ലാറ്റുകൾ പോലെയുള്ള അവരുടെ കോമൺ ഏരിയാസ് ഉണ്ട്. അവിടെ 1 കിലോവാട്ട് മുതൽ 500 കിലോവാട്ട് വരെ അലൗഡാണ് എന്നുള്ളതാണ് ഈ റെഗുലേഷനകത്ത് പറയുന്നത്. 6.2 ക്ലോസിൽ പറയും RE generating systems of the existing prosumers shall continue under the net metering system as specified in these regulations. അതായത് നിലവിലുള്ള ഇൻസ്റ്റാളേഴ്സിനൊക്കെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ആണുള്ളത്, അതിൽ തന്നെ തുടരാമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അത് അടിവരയിടുകയാണ്. For domestic consumers, the maximum permissible plant capacity shall be 20 kilowatt. അപ്പോൾ ഇപ്പോഴൊക്കെ ഈ കണക്റ്റഡ് ലോഡിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ഫീസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നു എന്നതിനാൽ 20 കിലോവാട്ട് വരെ മാത്രമേ ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സ് വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിന് അനുവദിക്കുകയുള്ളൂ. പ്രൊവൈഡഡ് ദാറ്റ് REGS ഹാവിംഗ് പ്ലാന്റ് കപ്പാസിറ്റി എബൌട്ട് 10 കിലോവാട്ട് ആൻഡ് അപ് ടു 15 കിലോവാട്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 10 കിലോവാട്ട് മുതൽ 15 കിലോവാട്ട് വരെയാണെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് വെക്കണം. അതിന് 10% ബാറ്ററി ബാക്കപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. എന്നാൽ 15 കിലോവാട്ട് മുതൽ 20 കിലോവാട്ട് വരെ അതിന് 20% ബാറ്ററി ബാക്കപ്പ് കൊടുത്തിരിക്കണം എന്നാണ് ഈ റെഗുലേഷനിൽ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് 2027 ജനുവരി മുതലേ വരുള്ളൂ കേട്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഴ്സിന് 20 കിലോവാട്ട് വരെ അലോ ചെയ്യത്തുള്ളൂ. അതിൽ തന്നെ 1 മുതൽ 10 കിലോവാട്ട് വരെ ബാറ്ററി ബാക്കപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറൊരു ക്ലോസ് ഒന്ന് തപ്പിപ്പോവാണേ, സോറി കേട്ടോ. അത് ഇത്രയും വലിയൊരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ ചില ക്ലോസുകൾ നമ്മൾ അറിഞ്ഞിരുന്നേ വരും. അത് 2.3 ആണ് ഞാൻ നോക്കുന്നത്. യെസ്, ദ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമേഴ്സ് ബിൽഡ് അണ്ടർ നെറ്റ് മീറ്ററിംഗ് ഇൻ ദ സ്റ്റേറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് coming into effect of this regulation shall be under the net metering system as specified in this regulation until the occurrence of any of the following conditions. അതായത് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടാവുന്നത് വരെ നെറ്റ് മീറ്ററിംഗിൽ തുടരാമെന്ന് പറയുന്നത്. ദ പ്രൊസ്യൂമർ ഓപ്റ്റ്സ് ഫോർ എനി അതർ മീറ്ററിംഗ് ഓർ എനർജി അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ എൻ്റെ നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഒരു സംശയം ദൂരീകരിക്കുകയാണ്. നമുക്കിവിടെ മീറ്ററിംഗ് മെത്തേഡ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും.
നെറ്റ് മീറ്ററിങ്ങോ ഗ്രോസ് മീറ്ററിങ്ങോ ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതിവിടെ റെഗുലേഷനിൽ പറയുന്നുണ്ട്. എക്സ്പയറി ഓഫ് ദി യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്ലാന്റ്. നിലവിലുള്ള പ്ലാന്റിൻ്റെ എക്സ്പയറി, ഈ സോളാർ പവർ പ്ലാന്റ്സിന് 25 വർഷമാണ് അതിൻ്റെ എക്സ്പയറി പറയുന്നത്. അപ്പോൾ 25 വർഷം വരെയും നിങ്ങൾക്ക് നെറ്റ് മീറ്ററിങ്ങിൽ തുടരാം. എൻഹാൻസ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് ആർ എ പ്ലാന്റ്. അതായത് ഈ നിലവിലുള്ള റിന്യൂവബിൾ എനർജി പ്ലാന്റ് നമ്മൾ പുതുക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെറ്റ് മീറ്ററിങ്ങിൽ നമുക്ക് മാറാൻ സാധിക്കും. പ്രൊവൈഡഡ് ദാറ്റ് ദ റീപ്ലേസ്മെൻറ്റ് ഓർ അഡീഷൻ, അതായത് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സോളാർ പാനൽ ആഡ് ചെയ്തുകൊണ്ടോ നിലവിലുള്ള ഇൻവെർട്ടറിനെ അതേ കപ്പാസിറ്റിയോ അതിൽ 10% ടോളറൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ 5 കിലോ വാട്ടാണെങ്കിൽ 4.5 കിലോ വാട്ടോ അല്ലെങ്കിൽ 5.5 കിലോ വാട്ടിൻ്റെ കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടർ വെക്കുന്നതോ ഒന്നും ഒരു എൻഹാൻസ്മെൻ്റ് ആയിട്ട് കണക്കാക്കില്ല എന്ന് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിബറലാണ്. അത് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റിനകത്ത് നമുക്ക് 1-2 പാനലുകളോ 2-3 പാനലുകളോ ഒക്കെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് മാറാൻ പാടില്ല. 5 കിലോ വാട്ടെന്ന് വെച്ചാൽ 5 കിലോ വാട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 10% ടോളറൻസ് താഴോട്ടും മേലോട്ടും അലോ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ക്ലാരിറ്റി ആയല്ലോ. റെഗുലേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്കിനിയും അടുത്തത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ നെറ്റ് മീറ്ററിംഗ് ബില്ലിംഗ് മെക്കാനിസംസ് അല്ലേ. അത് ചാപ്റ്റർ 3-ലാണത് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഇതെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി മുന്നോട്ട് പോകാം. നമ്മൾ ചാപ്റ്റർ 2-ലെ 1-2 ക്ലോസും കൂടെ ഒന്ന് നോക്കാനുണ്ട്. അത് 6.3 നമുക്കൊന്ന് നോക്കാം. ഫോർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ദ മാക്സിമം പെർമിസിബിൾ പ്ലാൻ കപ്പാസിറ്റി ഷാൽ ബി 20 കിലോ വാട്ട് സബ്ജക്റ്റ് ടു റെഗുലേഷൻ 6.6. അതായത് 20 കിലോ വാട്ട് വരെ നമുക്ക് അലൗഡ് ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് REGs ഹാവിംഗ് പ്ലാൻ കപ്പാസിറ്റി അബൌട്ട് 10 കിലോ വാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്ററി ബാക്കപ്പ് കൊടുക്കേണ്ടത് എത്ര ശതമാനമാണ്? അത് 10 കിലോ വാട്ട് മുതൽ 15 കിലോ വാട്ട് വരെ 10%, 15-ന് മുകളിൽ 20 കിലോ വാട്ട് വരെ 20%. അത് ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുക. പിന്നെയും നമുക്ക് താഴേക്ക് പോയാൽ പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് REGs സീക്കിംഗ് ഫീസിബിലിറ്റി ഫ്രം 1/4/2027 ഹാവിംഗ് പ്ലാൻ കപ്പാസിറ്റി എബവ് 5 കിലോ വാട്ട് ആൻഡ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 10 കിലോ വാട്ട് ഷാൽ ഇൻസ്റ്റാൾ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ 5 കിലോ വാട്ടിന് മുകളിലോട്ട് നമ്മൾ 1/4/2027 ഏപ്രിൽ 1-ന് ശേഷം നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ബാറ്ററി ബാക്കപ്പ് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് 10% എന്ന നിലയിൽ കൊടുത്തിരിക്കണം എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. ഫോർ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ദ മാക്സിമം പെർമിസിബിൾ പ്ലാൻ കപ്പാസിറ്റി ഷാൽ ബി 500 കിലോ വാട്ട്. കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് 500 കിലോ വാട്ട് വരെയാണ് നമുക്ക് അലൗ ചെയ്തിരിക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് REGs ഹാവിംഗ് പ്ലാൻ കപ്പാസിറ്റി അബൌട്ട് 25 കിലോ വാട്ട് ആൻഡ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 100 കിലോ വാട്ട് ഷാൽ ഇൻസ്റ്റാൾ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് വിത്ത് എ മിനിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് 10% ഓഫ് ദ എനർജി ജനറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ പ്ലാന്റ്. അതായത് ഇപ്പോൾ 100 കിലോ വാട്ട് വെക്കുകയാണെങ്കിൽ 10 കിലോ വാട്ടിൻ്റെയെങ്കിലും നമ്മൾ ബാറ്ററി ബാക്കപ്പോട് കൂടിയ ഹൈബ്രിഡ് സിസ്റ്റം വേണം സ്ഥാപിക്കാൻ എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഏത് ഡേറ്റ് മുതലാണെന്ന് പറയുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം നിലവിൽ ഫോർ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ദ മാക്സിമം പെർമിസിബിൾ പ്ലാൻ കപ്പാസിറ്റി ഷാൽ ബി 500 കിലോ വാട്ട്. എനിക്ക് തോന്നുന്നത് 2027 ഏപ്രിൽ 1-ാം തീയതി മുതലായിരിക്കും ഒരു പക്ഷേ ഇത് വരുന്നത്. അതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. ഇനിയും അടുത്തത് പറയുന്നത് പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് REGs ഹാവിംഗ് പ്ലാൻ കപ്പാസിറ്റി എബോവ് 100 കിലോ വാട്ട് ആൻഡ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 500 കിലോ വാട്ട് ഷാൽ ഇൻസ്റ്റാൾ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് വിത്ത് എ മിനിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് 20%. അപ്പം 100 കിലോ വാട്ട് വരെ 10%, 100 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെ 20% എനർജി ബാക്കപ്പോട് കൂടിയ ഒരു സോളാർ പവർ ജനറേഷൻ സിസ്റ്റം വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഒബ്വിയസ്ലി അത് നമ്മൾ ബാറ്ററി ബാക്കപ്പ് കൊടുക്കുമ്പോഴത്തേന് ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് മാറുമല്ലോ. അത് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയണ്ട, പക്ഷേ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് നോക്കാം. വീണ്ടും താഴേക്ക് വരുമ്പോൾ 6.5-ൽ പറയുന്ന കണ്ടീഷൻ, അതായത് ഈ കോമൺ ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും ഇൻഡസ്ട്രിയലുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, അത് സെയിം തന്നെയാണ്. പിന്നെ 6.6-ൽ പറയുന്ന ക്ലോസ് ഒന്ന് നോക്കാം. ദ മാക്സിമം പ്ലാൻ കപ്പാസിറ്റി ഓഫ് ദ RE ജനറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ബൈ ആൻ എലിജിബിൾ കൺസ്യൂമർ ഷാൽ നോട്ട് എക്സീഡ് ദ കണക്റ്റഡ് ലോഡ് ഇൻ കിലോ വാട്ട്. അപ്പം ഞാനിത് പക്ഷേ ഇതിപ്പോൾ നിലവിലുള്ള ഒരു റൂള് തന്നെയാണ് കേട്ടോ. അതായത് 20 കിലോ വാട്ട് ഉണ്ടെങ്കിൽ 20 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് ഫീസിബിലിറ്റി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നു. ഓൾ കൺസ്യൂമേഴ്സ് ഓർ പ്രൊസ്യൂമേഴ്സ് ആർ എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ നെറ്റ് ബില്ലിംഗ്. നെറ്റ് ബില്ലിങ്ങിലേക്ക് നമുക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്.
സാഹചര്യമുണ്ട്. ദ മിനിമം പ്ലാൻ കപ്പാസിറ്റി ദി RE ജനറേറ്റിംഗ് സിസ്റ്റം ഷാൽ ബി 1 കിലോവാട്ട്. 1 കിലോവാട്ട് മുതൽ മേളിലേക്ക് നെറ്റ് ബില്ലിങ്ങിലേക്ക് പോകാം. മാക്സിമം പ്ലാൻ കപ്പാസിറ്റി ദി RE ജനറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ബൈ എ prosumer shall not exceed the connected load in kilowatt for the connected load based billing consumers and contract demand in KVA based consumers of 1000 kilowatt whichever is lower. ഇതൊന്നും സാധാരണ കൺസ്യൂമേഴ്സിനെ അല്ല പ്രോസ്യൂമേഴ്സിനെ ബാധിക്കുന്നതല്ല. Provided that the prosumer install REGs with a minimum storage capacity of 30% of the energy generation potential of the plant, maximum plant capacity can be up to 3000 kilowatt. 3000 kilowatt വരെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു എഗ്രികൾച്ചർ പ്രോസ്യൂമേഴ്സിന് മാത്രമേ അത് അലോ ചെയ്യത്തുള്ളൂ. ഇത് ഗ്രോസ് മീറ്ററിംഗ് സിസ്റ്റത്തിലെ ചില കണ്ടീഷൻസൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കബിൾ ആണ്, സാധാരണക്കാരനത് ഒരു മനസ്സിലാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ഈ ഗ്രോസ് മീറ്ററിങ്ങിനകത്ത് 8.1 പറയുന്നൊരു ക്ലോസ് ഉണ്ട്. ഓൾ കൺസ്യൂമേഴ്സ് ഓഫ് പ്രോസ്യൂമേഴ്സ് ആർ എലിജിബിൾ ടു ഓപ്റ്റ് ഫോർ ഗ്രോസ് മീറ്ററിങ്. അത് പ്രത്യേകിച്ച് ഇനി പറയേണ്ടതില്ലല്ലോ. പ്രൊവൈഡഡ് ദാറ്റ് ആൻ ആപ്ലിക്കൻറ്റ് ഹു ഈസ് സെറ്റിംഗ് അപ്പ് എ DRE പ്ലാന്റ് ഇൻ ആൻ ഏരിയ വിച്ച് ഇസ് നോട്ട് വിതിൻ ദ പ്രെമിസസ് ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിൻ്റെ പ്രെമിസസിലല്ല ഇത് വെക്കുന്നത് എന്ന് വെക്കുക, സോളാർ പവർ പ്ലാന്റ്. അങ്ങനെയാണെങ്കിൽ ഷാൽ ബി എലിജിബിൾ ഫോർ ഗ്രോസ് മീറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് ബൈ ഒബ്റ്റൈനിങ് സെപ്പറേറ്റ് കണക്ടിവിറ്റി. പുതിയൊരു കണക്ടിവിറ്റി എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു ഗ്രോസ് മീറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് സാധ്യമാകുമെന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേന് ഈ വെർച്വൽ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പഠിച്ചിട്ട് ഞാൻ സമയം പോലെ അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്കിനി താഴേക്ക് പോകുമ്പോൾ ഇനി നമുക്ക് ശരിക്കും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 3 അതിൻ്റെ ബില്ലിംഗ് മെക്കാനിസത്തിലാണ് വരുന്നത്. ഞാൻ അതാണ് ഈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴേക്ക് പോകാം. ഇതൊരു 90 പേജിനടുത്തുള്ള ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് മുഴുവൻ പഠിച്ച് വിവരിക്കുക എന്ന് വെച്ചാൽ അപ്രായോഗികമായ കാര്യമാണ്. തന്നെയല്ല അത് റെലവൻസുമില്ല അതിന്. അതായത് ഇത് നോക്കുക, ഇതൊരു മേജർ ചേഞ്ചാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ 1000 രൂപ പ്ലസ് ടാക്സ്, അതായത് 1180 രൂപ ഫീസിബിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് പറയുന്നതനുസരിച്ച് ഇതെല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എത്രത്തോളം പ്രാബല്യത്തിൽ എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപയായിരുന്നു പെർ കിലോ വാട്ടിന് രജിസ്ട്രേഷൻ ഫീ ആയിട്ട്. അത് 300 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 കിലോ വാട്ട് വന്നാൽ 1500 രൂപ പ്ലസ് ടാക്സേ വരുള്ളൂ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ. നേരത്തെ ആയിരുന്നു 5000 പ്ലസ് ടാക്സ് വരുമായിരുന്നു. അതിൽ 80% നമുക്ക് റീഫണ്ട് കിട്ടും. ഇതിനകത്ത് ഇപ്പോൾ 80% റീഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ചാപ്റ്റർ 3 എനർജി അക്കൗണ്ടിങ് ബില്ലിങ്. ഇതിനകത്ത് നമുക്ക് വേണ്ടത് നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം. ഓക്കെ. The following sub-regulations specify the methodology for energy accounting, billing and settlement for prosumers who have installed DRE systems under net metering systems specified in Regulation 6 of these regulations. The accounting of electricity exported and imported by the eligible consumer shall become effective from the date of connectivity of the renewable energy generating system with the distribution network. ഇത് ഇതെന്ന് ആപ്ലിക്കബിൾ ആവും, എന്നത് കണക്റ്റ് ആവുന്നു അന്ന് മുതൽ കേട്ടോ. ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഷാൽ അണ്ടർടേക്ക് മീറ്റർ റീഡിംഗ് ഓഫ് ബോത്ത്. അത് അവർ ചെയ്യേണ്ട കാര്യം. നെറ്റ് മീറ്റർ റീഡിങ് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുവാ. പിന്നെ ദ നെറ്റ് ക്വാണ്ടം ഓഫ് energy to be billed or credited. The net quantum of energy to be billed or credited after normalization as per table 3. അതിനകത്തൊരു നോർമലൈസേഷൻ മെത്തേഡ് ഇവരെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ ഒരു യൂണിറ്റ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കാം. പക്ഷേ പീക്ക് അവേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് 0.75 യൂണിറ്റേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതാണ് ഈ നോർമലൈസേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു ടേബിൾ 3 നോർമലൈസേഷൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ദി എനർജി ജനറേറ്റഡ് ബൈ ദി REG ഷാൽ ബി ഫസ്റ്റ് ഓഫ്സെറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കേട്ടോ. ദി എനർജി ജനറേറ്റഡ് ബൈ ദി REG, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രൊസ്യൂമർ സോളാർ അവേഴ്സിൽ നമ്മളെടുക്കുന്ന എനർജിയുമായിട്ടാണ്. അതിനുശേഷം സർപ്ലസ് വരുന്നത് ആണ് ബാക്കിയുള്ളതിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നത്. നമുക്കതൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. ദിസ് എനർജി ജനറേറ്റഡ് ബൈ ദി REG ഷാൽ ബി ഫസ്റ്റ് ഓഫ്സെറ്റ് അഗൈൻസ്റ്റ് ദ സൈമിൾട്ടേനിയസ് എനർജി കൺസംഷൻ ഓഫ് ദ പ്രൊസ്യൂമർ ആൻഡ് സർപ്ലസ് ഇഫ് എനി ഈസ് അലൗഡ് ടു ബി എക്സ്പോർട്ടഡ് ആൻഡ് ബാങ്ക്ഡ് ഫോർ യൂസ് ഇൻ അതർ ടൈം പീരിയഡ്സ് ആസ് ഗിവൺ ബിലോ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എനർജി എക്സ്പോർട്ടഡ് ടു ദ ഗ്രിഡ് ആൻഡ് ദ എനർജി ഇമ്പോർട്ടഡ് ഫ്രം ദ ഗ്രിഡ് ഷാൽ ബി recorded in the net meter under the 3 zone
wise time period, the energy exported in each time zone shall be first adjusted against energy imported in the same time zone. If the entire exported energy is completely adjusted as above the balance imported, energy shall be billed as per. ഓക്കെ, അത് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സർപ്ലസ് എക്സ്പോർട്ടഡ് എനർജി ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ആസ് പെർ ക്ലോസ് 3 above, if any, shall be utilized as per clause 5 above. The exported energy in each time zone remaining after settlement as per clause 3 above, if any, shall be normalized based on the normalization factor for the 3 time zones as indicated in column A in table 3. Table 3ൽ ഒരു നോർമലൈസേഷൻ മെത്തേഡ് പറഞ്ഞിട്ട് ഇത് കണ്ടോ. ഈ ടൈം സോൺ സോളാർ അവേഴ്സിലാണെങ്കിൽ ഡൊമസ്റ്റിക്കിനും അതേഴ്സ് ആണെങ്കിലും ഒരു യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ ഒരു യൂണിറ്റ് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അത് ഈക്വലൈസ് ചെയ്ത് പോകും. പക്ഷേ അത് പീക്ക് അവേഴ്സ് വരുമ്പോഴത്തേക്കിന് കണ്ടോ 1.33 യൂണിറ്റിനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ. അതായത് ഒരു യൂണിറ്റിന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു യൂണിറ്റ് അഡ്ജസ്റ്റ് നടത്തില്ല. പകരം ഈ പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് 6 മുതൽ 10 വരെയാണല്ലോ വൈകിട്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നമ്മൾ 1.33 യൂണിറ്റ് സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതെന്താണെന്നൊന്ന് പഠിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ഗുണകരമാകും കേട്ടോ. എല്ലാം ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണല്ലോ അല്ലേ. അപ്പം പ്രിയ ശ്രോതാക്കൾ അതും കൂടി ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കുക. എന്താണ് ആ നോർമലൈസേഷൻ എന്നുള്ളത്, ആ നോർമലൈസേഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. ബൈ ദ ടൈം ഞാനും ഇതൊന്ന് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് അത് ഉൾപ്പെടുത്തി തരാം. The energy accounting in respect of new prosumers under regulation 6.4 and having plant capacity above 25 kW shall be as per provision specified below. 25 കിലോവാട്ട് മേളിലേക്ക് വരുന്ന സിസ്റ്റംസ് ആണ് അത്. ഇതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഫീഡ് ഇൻ താരിഫ് എന്ന് പറയുന്നത്. The rate for settlement of surplus banked energy in respect of existing prosumers shall be 3.08 3.08 രൂപ വെച്ച് പെർ യൂണിറ്റിന് നമുക്ക് പഴയ പ്രോസ്യൂമേഴ്സിന് കിട്ടും. പുതിയ പ്രോസ്യൂമേഴ്സിനാണെങ്കിൽ 2.79 പെർ യൂണിറ്റേ കിട്ടത്തുള്ളൂ. മനസ്സിലാക്കിക്കൊള്ളുക. നിലവിലുള്ളവർക്കൊപ്പം ഒരു 29 പൈസയോളം പുതിയ പ്രോസ്യൂമേഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ ലഭിക്കും. 29 പൈസ കുറച്ചേ പുതിയ ആൾക്കാർക്ക് കിട്ടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ, 7.5 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയല്ല കേട്ടോ, 7.5 രൂപയുണ്ടേ. അത് വരുന്നത് എവിടെയാണെന്നറിയാമോ? അത് ഗ്രോസ് മീറ്ററിങ്ങിൽ വരുമ്പോഴത്തേക്കിനാണേ. താഴേക്ക് ഗ്രോസ് മീറ്ററിങ് വരുമ്പോൾ ഗ്രോസ് മീറ്ററിങ്ങിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ അല്ലേ. പ്രൊവൈഡഡ് ദാറ്റ് feed-in tariff applicable for gross metering shall be rupees 3.63 per kWh. അതായത് നമുക്കൊരു ഗ്രോസ് മീറ്ററിങ് പോവുകയാണെങ്കിൽ 3.08 പകരം പഴയ പ്രോസ്യൂമേഴ്സ് ആണെങ്കിലും പുതിയ പ്രോസ്യൂമേഴ്സ് ആണെങ്കിലും 3.63 വെച്ച് തിരിച്ചു കിട്ടും. ഓക്കെ, പെർ യൂണിറ്റിന്. അതാണ് ഗ്രോസ് മീറ്ററിങ്ങിൽ വരുന്നത്. എന്നാൽ താഴത്തെ ഒരു ക്ലോസ് നോക്കുക. പ്രൊവൈഡഡ് ദാറ്റ് ഫോർ സോളാർ പവർ പ്ലാന്റ്സ് ഗ്രോസ് മീറ്ററിങ് അറേഞ്ച്മെൻറ്റ് ആൻഡ് സപ്ലൈയിങ് പവർ ഡ്യൂറിങ് പീക്ക് പീരിയഡ്. അതായത് നമ്മൾ ബാറ്ററി ബാക്കപ്പ് വെച്ച് ചെയ്യുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് പീക്ക് പീരീഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് 7.5 രൂപ വെച്ച് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കും. അതായത് ഫീഡിൻ കണ്ടോ, അത് ആ ടേം കണ്ടോ, അത് ഫീഡിൻ താരിഫ്. അത് ഇങ്ങോട്ട് കിട്ടുന്ന തുകയാണ് 7.5 രൂപ പെർ യൂണിറ്റ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി കുറേയധികം കാര്യങ്ങൾ ഈ റെഗുലേഷനകത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ബാധകമാണ്. പക്ഷേ എന്നാലും അത്ര അത്യന്താപേക്ഷിതമല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ടും അതൊക്കെ ഇൻസ്റ്റാളേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് പുതിയ KSCRC റെഗുലേഷൻ എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ ഇവിടം കൊണ്ട് പൂർണ്ണമാവുകയാണ്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവരുടെ ഇക്കാര്യത്തിലുള്ള അജ്ഞത മാറി കിട്ടുമെന്നുള്ളതുകൊണ്ട് ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.